ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. സുഖവും ദുഃഖവും അങ്ങനെയൊക്കെ ആയിട്ട് പോകണല്ലേ, അങ്ങനെയല്ലേ ജീവിതം. ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടു കോട്ടയ്ക്കൽ 14 മാസം പ്രായമായ ഒരു കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് നമ്മൾ കണ്ടു. എന്താ ഇസൻ ഇർഹാനോ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ ആ കുട്ടി മരിച്ചത് നമ്മളെല്ലാവരും കണ്ടു. അത് എന്താന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് വേണ്ട സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കാത്ത കാരണമാണ് മരിച്ചതെന്നാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ഒരു കുട്ടികളാവില്ലേ അവരുടെ രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കൾ പഠിപ്പുള്ള ആൾക്കാരാവും. അവരൊക്കെ എങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമല്ലേ. അവരവരുടെ മക്കൾക്ക് വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ മക്കളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതിനൊക്കെ ഇതൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ നമ്മൾ വേണ്ടാത്തൊന്നും ചെയ്യലല്ലോ. എന്തിനാ പിന്നെ അതിന് മടിക്കണേന്ന് ഞാൻ ചോദിക്കുന്നത്. മക്കളുടെ ജീവൻ വെച്ച് പന്താടേണ്ട ആവശ്യം എന്താ? ഇന്നത്തെ പുതിയ തലമുറ പഠിപ്പുള്ള തലമുറയല്ലേ, അവരൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പാടും? അവരൊക്കെ എങ്ങനെ ചിന്തിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു നാണക്കേടാവണോ? കാരണം പഠിപ്പുള്ള ഒരു തലമുറ വരുന്ന പുതിയ തലമുറ, പഠിപ്പുള്ള തലമുറ, നമുക്കൊക്കെ ഇനി വരുന്ന തലമുറയ്ക്കും ഒക്കെ മാതൃകയാവേണ്ടതാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ പുതിയ തലമുറ പറഞ്ഞു തരേണ്ടതാണ്. പുതിയ കാര്യങ്ങൾ നമുക്ക് പഴയ കാര്യങ്ങളല്ലേ നമുക്കൊക്കെ കുറേ അറിയാം. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൊബൈലിലെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്നും അറിയില്ല. പുതിയ പിള്ളേർക്കാണ് കൂടുതലും അറിയുക. അതുമാതിരി പുതിയ പഠിപ്പുള്ള പിള്ളേർ അവരുടെ പഠിപ്പിൻ്റെ ഇതല്ലല്ലോ നമ്മൾ പഠിച്ചത്. അപ്പം നമുക്കറിയാത്ത കൂടി പറഞ്ഞു തരേണ്ട ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള ഈ തലമുറ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ അതിന് പറയുക? അയ്യയ്യേ, നാണക്കെട്. കാരണം ഒരു കുട്ടിയുടെ ജീവനാ പോയി. പ്രതിരോധ കുത്തിവയ്പ്പ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ എന്താ ചെയ്യുക? അതേമാതിരി അക്യുപങ്ക്ചർ ചികിത്സ, ആ ചികിത്സ ഇപ്പോൾ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരാളൊക്കെയാണ് ചെയ്യുക. ആ ചികിത്സയെ കൊണ്ടൊക്കെ എന്താ ഒരു ഫലം ഉണ്ടാവുന്നത്? അതിനെ ഞാൻ എതിര് പറയണമൊന്നുമില്ല, എതിര് പറയല്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ചെയ്തെങ്കിലല്ലേ അതൊക്കെ ഫലിക്കുള്ളൂ. പക്ഷേ ഈ ചികിത്സയും കൊണ്ടൊക്കെ ഫലിക്കുന്ന എങ്ങനെയാണ് അറിയാം നമുക്ക്? വെറുതെ ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ആളുകൾക്ക്? അതുമാതിരി വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞു. ആ സ്ത്രീ വീട്ടിലെ പ്രസവത്തിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് വീട്ടിൽ പ്രസവിച്ചിട്ടൊക്കെ ഉണ്ടാവും ആൾക്കാർ. പണ്ട് കാലത്ത് ചെയ്താണോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ? അല്ലല്ലോ. പണ്ട് കാലത്ത് ചക്കയും മാങ്ങയും എന്താ കായയും ചേമ്പും ഒക്കെ തിന്നിട്ടാണ് ജീവിച്ചത്. ഇന്നിപ്പോൾ അങ്ങനെയാണോ കുട്ടികളൊക്കെ ജീവിക്കുന്ന അന്നത്തെ പുതിയ തലമുറ? അവർ ഫാസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ട് ഓടുകയാണ്. അപ്പോൾ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറണം. മാറില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചിട്ട് നമ്മളുടെ മക്കളെ വെറുതെ കൊലക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുമക്കളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ അതായത് വേണ്ട സമയത്ത് വേണ്ട കുത്തിവയ്പ്പുകളൊക്കെ എടുത്തിട്ട് അവർക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണത്. ഇപ്പോൾ മഞ്ഞപ്പിത്തം ആ കുട്ടിക്ക് അതിനുള്ള ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആ കുട്ടിക്ക് ആ മഞ്ഞപ്പിത്തം വരില്ലായിരുന്നു ഇത്രയും ചെറുപ്രായത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് അതാണ് പറയാനുള്ളത്. പുതിയ തലമുറ, പഠിപ്പും വിവരമുള്ള പുതിയ തലമുറ അതിനനുസരിച്ച് ചിന്തിക്കൂ. ഓക്കെ.